ഇന്ന് നമ്മൾ നോക്കുന്നത് ഡേവിൽ കില്യോ എന്ന സിനിമയുടെ റിവ്യൂവിന്റെ പെട്ടെന്നുള്ള ഒരു അവലോകനമാണ്. കിറിൽ സോക്കോലോവ് സംവിധാനം ചെയ്ത ഈ ചിത്രം അച്ഛനെ വെടിവെച്ചതിനു ശേഷം ഒളിച്ചോടിയ ആസിയ റീവ്സ് സാത്താൻ ആരാധകർ താമസിക്കുന്ന ദി വിർജിൽ എന്ന ആഡംബര കെട്ടിടത്തിൽ ജോലിക്ക് കയറുന്നതും തുടർന്നുള്ള ഭയാനകമായ സംഭവങ്ങളുമാണ് നമ്മളോട് പറയുന്നത്. ഒന്നാമതായി ഇതിൽ നിർത്താതെയുള്ള ആക്ഷനും ചോരക്കളിയുമാണ് നമ്മൾ എടുത്തുകൊള്ളേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതൊരു ജോൺ വിക് കഥാപാത്രം ഒരു പ്രേതാലയത്തിൽ കുടുങ്ങിയതുപോലെയുള്ള അവസ്ഥയാണ്. ഇസാക് ബൗമാന്റെ ക്യാമറ ദൃശ്യങ്ങൾക്ക് വല്ലാത്തൊരു തീവ്രത നൽകുന്നുണ്ട്. ഒപ്പം ഹെതർ ഗ്രഹാമിന്റെ കഥാപാത്രത്തിന്റെ കണ്ണ് നഷ്ടപ്പെടുന്നതും അത് നായികയെ പിന്തുടരുന്നതുമൊക്കെ ഇതിലെ ഡാർക്ക് ഹ്യൂമറിന് ബെസ്റ്റ് ഉദാഹരണമാണ് കേട്ടോ. രണ്ടാമതായി ഇതിനെ ഗംഭീര പ്രകടനങ്ങൾ നമുക്കൊന്ന് നോക്കാം. നായികയായ സാസി ബീറ്റ്സ് ശരിക്കും ഒരു ഒറ്റയാൾ പട്ടാളമായി മാറുമ്പോൾ പെട്രീഷ്യ ആക്വറ്റ് വളരെ ഭയപ്പെടുത്തുന്ന ശാന്തതയോടെയാണ് വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത്. പക്ഷേ ടോം ഫെൽട്ടനെ പോലെയുള്ള നല്ല സഹതാരങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നത് വല്ലാത്തൊരു കോട്ടമാണ്. എന്നാലും ഈ മികച്ച അഭിനയം സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയെ മറയ്ക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അവസാനമായി ഇതിന്റെ കഥയിലെ ആഴമില്ലായ്മയെക്കുറിച്ച് പറയാം. വെറും 95 മിനിറ്റ് മാത്രം നീളമുള്ള ഈ സിനിമയിൽ പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളോട് യാതൊരു വൈകാരിക അടുപ്പവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോകും, കഥാപാത്രങ്ങളോടൊരു കണക്ഷനുമില്ലാതെ വെറും ആക്ഷനും ചോരക്കളിയും മാത്രം കണ്ടിരിക്കുന്നതിൽ ശരിക്കും എന്തെങ്കിലും അർത്ഥമുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ ചോരയും ആക്ഷനും മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച വിരുന്നായിരിക്കും. എന്നാൽ നല്ലൊരു കഥ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ നിരാശയായിരിക്കും.